പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലത്തെയും നാഥായി നീക്കും. ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവന്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാഭാഗ്യവും വീണു. അവൾ വിശ്വാസികളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെ സങ്കേതവും അശുദ്ധവും വിഭത്സവുമായ സകല പക്ഷികൾക്കും താവളമാണ്. എന്നാൽ സകല ജനതകളും അവരുടെ ഭോഗാസക്തിയുടെ മാതൃകമായ വീഞ്ഞ് പാനം ചെയ്തു. ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു. അവരുടെ സുഖഭോഗ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി. സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എന്റെ ജനമേ, അവിടെ നിന്ന് ഓടിയാകരുത്, അല്ലെങ്കിൽ അവരുടെ പാപങ്ങളിൽ നിങ്ങൾ പങ്കാളിയാകണം. അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെ പിടികൂടും. അവരുടെ പാപങ്ങൾ ആകാശത്തോളം കുമ്പാരം കൂട്ടിയിരിക്കുന്നു. ദൈവം അവരുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. അവൾ കൊടുത്തതുപോലെ തന്നെ അവർക്കും തിരികെ കൊടുക്കുകയും അവരുടെ പ്രവൃത്തികൾ ഇരുത്തി പ്രതിഫലം നൽകുകയും അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുകയും അവർ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുകയും. എന്നാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ വിധവയല്ല, എനിക്കൊരിക്കലും വിലപിക്കേണ്ടി വരികയില്ല. തന്മൂലം 10 ദിവസം കൊണ്ട് അവളുടെ മേൽ മഹാമാരി വരും. മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിൽ അവൾ ദഹിക്കപ്പെടും. അവളെ വിളിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ്. ദൈവത്തിൻ തിരുവചനം മനസ്സിൽ പൂമഴ ചൊരിയും വചനം, മിശിഹായുടെ നൽവചനം. ഹൃദയത്തിൻ മണിവാതിൽ തുറക്കും ദൈവത്തിൻ തിരുവചനം. ജീവിത ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ജീവിതവും ജീവനും തമ്പുരാനെയാക്കി മാറ്റുക. യേശു ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തന്നെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുന്നു. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുകയാൽ അവൻ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? പാപം നിറഞ്ഞതും അവിശ്വസ്തമായ തലമുറയിൽ എന്നെക്കുറിച്ചും എന്റെ വചനത്തെക്കുറിച്ചും ലക്ഷിക്കുന്നവരെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരുടെ കൂടെ വരുമ്പോൾ ലക്ഷിക്കും. ദൈവം
ഹൃദയ വികാര
പിതാവ് പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ സ്വർഗവാസികളായ കുംഭിക്കാരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സൈന്യങ്ങളും അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ തിരുവവങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും തിരുവവങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോശാന ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന 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 അത്യുന്നതങ്ങളിൽ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. കാസയുടെ
പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും ഹൃദയവും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗ്ഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുല പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ ക്ഷമയായ ശരീരത്തോടെ നമുക്ക് എല്ലാവർക്കും അഭിയാതനോടെ സമീപിക്കാം. അടുത്ത ഒന്നാം സ്ഥലത്തോടെ അപരാധങ്ങളും പാപങ്ങളെ സ്വച്ഛതയും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തെ നാഥായ ദൈവത്തോടെ കൃപയും പാപങ്ങളും വ്യാപിക്കുകയും ചെയ്യാം. അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും പൂർണ്ണമാകട്ടെ. മിശിഹായുടെ തോന്നൽ
വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അകലെ നിന്നു കാണും നേരം ഓടിയെത്തും ചാരി, സ്നേഹമോടെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കും നാഥൻ. അകലെ നിന്നു കാണും നേരം ഓടിയെത്തും ചാരി, സ്നേഹമോടെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. പാപങ്ങൾ ചെയ്തു ഭാരമേറുമ്പോൾ, രോഗത്താൽ മനസ്സിൽ ക്ലേശമേറുമ്പോൾ, പാപങ്ങൾ ചെയ്തു ഭാരമേറുമ്പോൾ, രോഗത്താൽ മനസ്സിൽ ക്ലേശമേറുമ്പോൾ, ഓർക്കുക നീ, രക്ഷകനാം യേശു നിന്റെ കൂടെയുണ്ടെന്ന്. സ്നേഹമുള്ള ദൈവമെന്നും കൂടെയുണ്ടെന്ന്. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അകലെ നിന്നു കാണും നേരം ഓടിയെത്തും ചാരി, സ്നേഹമോടെ ചേർത്തു നിർത്തി ഉമ്മ വയ്ക്കും നാഥൻ. പരിശുദ്ധമായ പ്രാർത്ഥനാ പരിശുദ്ധവും ജീവിതാനുഭവ ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ ഗുണങ്ങൾക്ക് നാം എല്ലാവർക്കും ഇവയുടെ നാഥമായ ദൈവത്തെ സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വാണിയുമേ ശുദ്ധവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സർവ്വത്തിലെയും നാഥായ നീക്കും മനുഷ്യരുടെ പ്രത്യാശയായ മിശിഹായേ, ശുദ്ധവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഓർക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഗാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിലെയും നാഥായ നീക്കും ദൈവികമാമി തിരുബലിയാൽ നാഥനെ വാഴ്ത്തി വണങ്ങിനാം. ദിവ്യരഹസ്യം മാനവരിൽ ജീവൻ നിത്യം പകരട്ടെ.